പനയമ്പാടം അപകടത്തിന് കാരണമായ ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു. വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസ്. തനിക്ക് പറ്റിയ പിഴവാണെന്ന് പ്രജീഷ് കുറ്റം സമ്മതിച്ചു. ലോറി ഡ്രൈവർ മഹീന്ദ്ര പ്രസാദിനെതിരെയും കേസ്. ഇയാൾക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ബിനിൽ, തനിക്ക് പറ്റിപ്പോയ പിഴവെന്ന് പറയുന്നിടത്തുണ്ടായിട്ടുള്ള നഷ്ടം എത്രത്തോളം വലുതെന്നുള്ളതാണ്. നിലവിൽ എങ്ങനെയാണ് കേസെടുത്തത്? അക്ഷയ്, അത് തന്നെയാണ് ഈ അപകടത്തിന്റെ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പോലീസ് മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം തന്നെ ചുമത്തി ഈ ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതീഷ് ജോയ് അടക്കമുള്ളവർക്കെതിരെ എടുത്തിട്ടുള്ള നടപടികൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ട് പ്രതികളെയും, അതായത് ഈ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറി ഓടിച്ചിരുന്ന പ്രജീഷിനെയും അതോടൊപ്പം തന്നെ സിമന്റ് ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറെയും, ഈ രണ്ട് പേരെയും മണ്ണാർക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മണ്ണാർക്കാട് കോടതിയിൽ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം നടന്നു. പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്ന ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാര്യം വളരെ ഗുരുതരമായ കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ വേണമെന്നതാണ് പോലീസിന്റെ ആവശ്യം. അതുകൊണ്ട് അതിൽ വിശദമായ വാദം നടന്നു. അല്പസമയത്തിനകം തന്നെ കോടതിയുടെ തീരുമാനവും ഉണ്ടാകും. ഈ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയാൽ ജാമ്യം കിട്ടുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ പ്രജീഷ് റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അത് അല്പസമയത്തിനകം വ്യക്തമാകുകയും ചെയ്യും. ഈ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണം. സൂചിപ്പിച്ച പോലെ തന്നെ പറ്റിയ പിഴവെന്നൊക്കെ കുറ്റസമ്മതം നടത്തുന്നുണ്ടെങ്കിലും നഷ്ടമായിരിക്കുന്ന 4 ജീവനുകൾ, ആ കുടുംബത്തിന്റെ വേദന, നാടിന്റെ വേദന, അതൊക്കെയും ഒരിക്കലും നികത്താനാകാത്തതാണെന്നുള്ളതാണ്.